ലാലേട്ടനെക്കാട്ടും എനിക്ക് സത്യം പറഞ്ഞ പൃഥ്വിരാജിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ലാലേട്ടനെക്കാട്ടിലും ഒരുപടി. പിന്നെ ലാലേട്ടന്റെ ബോഡി ഗാർഡ്സ് ആയിട്ട് വന്ന ചേട്ടൻ വരില്ലേ, അവരൊക്കെ ആരെ നോക്കണമെന്നായിരുന്നു കൺഫ്യൂഷൻ. എല്ലാവരും അടിപൊളിയായിരുന്നു. മമ്മൂട്ടി ഭയങ്കര സീനായിരുന്നു. മമ്മൂട്ടിയൊക്കെ ഉണ്ട്. തേർഡ് പാർട്ട്ണർ കൊള്ളത്തില്ല. ലൈക് 3 മണിക്കൂറിന്റെ അവിടെ 2 മണിക്കൂറൊക്കെ ആയിരുന്നെങ്കിൽ നല്ലായിരുന്നു. അത്രക്കില്ല, എക്സ്പെക്ടേഷൻ വെച്ച് പോകണ്ട. വലിയ സുഖമല്ല. മേക്കിംഗ് നല്ലയാ, വേറെ ഒന്നും കാര്യമായിട്ടില്ല. മാത്രം ഹൈപ്പിനുള്ള അത്ര ഇല്ല. കുറച്ചും കൂടെ റൂട്ടഡ് ആയിരുന്നു. കേരളത്തിൽ റൂട്ടഡ് ആയത് നന്നായിരുന്നു. ഇത് ലൂസിഫർ അത്രയൊന്നും പോരാ. അതുകൊണ്ട് മമ്മൂക്കെ മറ്റേ റിക്യൂണ് പോലെ അഭിനയിക്കുന്ന മറ്റേ ഡ്രാഗനായിട്ട് അഭിനയിക്കുന്ന മമ്മൂക്കെ അജാതി രാജ റെഫറൻസ് ഒക്കെ ഉണ്ട്. അല്ല അല്ല കുഴപ്പമില്ലായിരുന്നു, എന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാം കൊള്ളാം. സൂപ്പറായിരുന്നു. പൃഥ്വിരാജൊക്കെ സൂപ്പറായിരുന്നു. നന്നായിരുന്നു. കുറച്ചുകൂടി നന്നാവുമായിരുന്നു. ഡയറക്ഷൻ നല്ല തന്നെയാണ്, ഡെഫിനറ്റ്ലി നല്ലത് തന്നെയാണ്. കുറച്ചുകൂടി നന്നാവുമായിരുന്നു. എക്സ്പെക്ടേഷൻസിന് അത്രയ്ക്ക് മീറ്റ് ചെയ്തിട്ടില്ല. ഓവറോൾ നല്ല തന്നെയാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. കൊള്ളാം, നല്ല എല്ലാം അടിപൊളിയായി. അതെ അതെ അതെ, നല്ല പെർഫോമൻസ്. ഇറ്റ്സ് ഗുഡ്. ഭയങ്കര ലെങ്തി, അത്രേ ഉള്ളൂ. പ്രൊഡക്ഷൻ ക്വാളിറ്റി കിട്ടുന്നു. കൊള്ളാട്ടോ, സൂപ്പർ ആയിട്ടായാലും. എന്താ പൃഥ്വിരാജ് ലൂസിഫറിൽ എന്ത് ചെയ്തോ അത് തന്നെ എംപുരാനിലും ചെയ്തിട്ടുണ്ട്. നമ്മൾ കത്തിക്കില്ലെങ്കിൽ മോഹൻലാൽ ഫാൻ. കൊള്ളാം, കൊള്ളാം. ഒരു ബോളിവുഡ് സിനിമ കണ്ട ഒരു ഫീൽ ഉണ്ടായിരുന്നു. കൊള്ളാം, കുഴപ്പമില്ല. നന്നായിട്ടുണ്ടായിരുന്നു. നല്ല മേക്കിംഗ്, അടിപൊളിയായിരുന്നു. നല്ല പടമായിരുന്നു. മേക്കിംഗ് ആയിരുന്നു കുറച്ച് എടുത്ത് പറയാനുള്ളത്. ഇല്ല നെഗറ്റീവായിട്ടൊന്നും ഇല്ല. നല്ല പടമാ. നല്ല മേക്കിങ്ങും ഫൈറ്റ് സീക്വൻസും എല്ലാം കൊള്ളായിരുന്നു. കഥ എനിക്ക് അടുത്ത ഇതിലോട്ടുള്ളൊരു കണ്ടിന്യൂഷൻ ആയിട്ടേ ഉള്ളത്. നല്ല മേക്കിങ്ങും നല്ല സ്റ്റോറി ടെല്ലിങ്ങും കൊള്ളായിരുന്നു. സ്റ്റോറിയേക്കാൾ എടുത്ത് പറയേണ്ടത് ഇതിനാണ്, മേക്കിങ്ങിനെ പറ്റിയാണ്. ബോളിവുഡിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്തെന്ന് തന്നെ നമുക്കത് വലിയൊരു ഇതാണ്. അടിപൊളിയാട്ടാ, മേക്കിംഗ് ഒക്കെ അടിപൊളി. പ്രത്യേകിച്ച് കഥ എന്ന് പറയാനില്ല, പക്ഷെ കാണാൻ പറ്റിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് നമുക്കൊരു ശരിക്കും രോമാഞ്ചം. ഓരോ സീനിനും കൈയടിക്കാൻ തോന്നും, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ കത്തിക്കും. നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല.